ഹായ് എവരിവൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ 777 പോർട്ടൽ കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് എന്തെല്ലാം നന്മകളാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. എന്തെല്ലാമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി വന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് ഒരു പുതിയ തീരുമാനം, ഒരു ഉറച്ച തീരുമാനം എടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത്. നിങ്ങൾ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ വന്നത് നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരുന്നത്, നിങ്ങൾ ആർക്കാണ് എന്താണോ കൊടുത്തത്, അക്കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുന്നു. അത് ഏത് വഴിക്കാണെങ്കിലും അത് നിങ്ങൾ കൊടുത്ത കാര്യം, നിങ്ങൾ എത്ര സ്നേഹമായാലും സാമ്പത്തികമായാലും എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് കാണുന്നത്. ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങളും ജീവിതത്തിൽ അടിപിടി ബഹളങ്ങൾ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫിലാകാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആകാം, ഏത് രീതിയിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അതൊക്കെ മാറാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഇതൊരു മാറ്റത്തിൻ്റെ സമയമായിട്ടാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് സ്നേഹം, നിങ്ങളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും ഹൃദയം തുറന്ന് സ്നേഹിക്കാനും പറ്റിയ ഒരു വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആരോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു പുതിയ ഒരു വ്യക്തിയുടെ കടന്നുവരവ് ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പം അത് ഒരു സോൾമേറ്റ് കാണാൻ, ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ മുമ്പേ പരിചയമുള്ള വ്യക്തി, അങ്ങനെ ഏതോ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സാമ്പത്തിക അഭിവൃദ്ധിയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് സാമ്പത്തികമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാലും ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി മറ്റ് ആളുകളോട് എങ്ങനെ ചെയ്യേണ്ടത്, ഏത് ജീവിത രീതി മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെ പോകണം എന്നൊക്കെ മറ്റവരോട് ഒരു സൊല്യൂഷനൊക്കെ ചോദിച്ച് മുന്നോട്ടൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും പേറി ഉറക്കം വരെ നഷ്ടപ്പെട്ട അവസ്ഥ, ഒന്ന് പുറത്തിറങ്ങാനോ ആളോട് സംസാരിക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോയ വ്യക്തികളാണെങ്കിൽ ഒരുപാട് ജീവിതത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പഴയ കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കി പുതിയൊരു ജീവിതം വേണം, ഒരു പുതിയ മറ്റുള്ളവരുടെ ഇടയിൽ എനിക്കൊരു നല്ലൊരു വ്യക്തിയായി മാറണം എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ സാമ്പത്തിക അഭിവൃദ്ധി വരുന്നതായിട്ട് കാണുന്നത്, ഏതോ തരത്തിലുള്ള ഒരു സാമ്പത്തികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്, ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഈഗോയുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടത്തണമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ള വ്യക്തികളാണ്. ഒരു നല്ല ജോലിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാകും. ചിലപ്പം നല്ലൊരു ജോലി ഉള്ള വ്യക്തികളായിരിക്കും. മറ്റുള്ളവരെ അവരുടെ കീഴിൽ അടക്കി നിർത്തി അങ്ങനെയുള്ളൊരു ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിലേക്ക് ഒരു പുതിയ ഉയർച്ച ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്.
കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഒരു ഫ്രീ ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാൾ അനുഭവിച്ച കാർമ്മികമായ കാര്യങ്ങൾ അതൊരു ചെറിയൊരു കാർമ്മികമായ പ്രശ്നം മാത്രമാണ്. അപ്പം ഇനി അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. ചില വ്യക്തികൾ ഒരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അങ്ങനെ ഒരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് 2-3 പേർ പാർട്ട്ണർഷിപ്പോട് കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു മാരേജൊക്കെ നടക്കാൻ സാധ്യതയുള്ള അതിനൊക്കെയുള്ള ഒരു തുടക്കം കുറിക്കുന്നതായിട്ട് കാണാം. ചില ഒരു എന്തെങ്കിലും ഒരു വീടൊക്കെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്ന സമയമായിട്ടാണ്. അപ്പോൾ ഈ 777 എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഇന്ന് ഈ 6 ദിവസം, ഇന്നലെ ആയിരുന്നു 7. അപ്പം അത് പറയാൻ വിട്ടു പോയതാണ്. അപ്പോൾ ഇനി 7 ദിവസം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അതിനു വേണ്ടി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. 7 എന്ന് പറയുമ്പം 6 മന്ത് കഴിഞ്ഞ് ഒരു പുതിയ തുടക്കം, പകുതി കഴിഞ്ഞ്, ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞ് ഒരു പുതിയ അടുത്തതിലേക്ക് ഒരു പുതിയ ഒരു അടുത്ത പകുതിയിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതിലേക്ക് ഉള്ള ഒരു വാതിൽ തുറക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ മുന്നോട്ടുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇനി എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മാറ്റം കൊണ്ടുവരണം, മുന്നോട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുക, എല്ലാ കാര്യത്തിനെക്കുറിച്ചും മനസ്സിലാക്കിയെടുക്കുക. നമ്മൾക്കിനി മുന്നോട്ടുള്ള ജീവിതം അതിലെ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം പോവുക. അങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചോ എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമുക്കൊരു ഐഡിയ ഉണ്ടാകും. അപ്പോൾ അതിൽ ഏതൊക്കെ തെറ്റുകളുണ്ടാകും, ജീവിതത്തിൽ ഏതൊക്കെ ശരികളുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡിവൈനുമായി കണക്ട് ചെയ്യുക, പാസ്റ്റിലെ പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യുക. നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. മാനിഫെസ്റ്റേഷൻ നല്ലതാണ്, അപ്പോൾ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും യൂണിവേഴ്സും ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് സാധിച്ചു കിട്ടുന്നതിനുള്ള പിന്നിലുള്ള ഒരു രഹസ്യം. പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ്, അത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് അതിനുള്ള റിസൾട്ടും കിട്ടും. അപ്പം ഇന്ന് 7 ദിവസമാണ്. അപ്പോൾ അതിലൊരു ദിവസം കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം വരുന്ന ഈ ദിവസങ്ങളിൽ 6 ദിവസം അത് 7 മണിക്ക് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. 7 പ്രാവശ്യം അത് എഴുതുക. ആവശ്യമുള്ള കാര്യം അതൊരു വാക്കായിട്ട് എഴുതി യൂണിവേഴ്സിന് നന്ദി പറയുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വ്യക്തിയുടെ കടന്നുവരവുണ്ടെന്നാണ് കാണുന്നത്. അത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആര് വരുന്നതായാലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതായിട്ടാണ്, നിങ്ങൾക്കൊരു മെസ്സേജുമായി വരുന്നതായി, സന്ദേശമായി വരുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഗാർഡിയനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തിയോ ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ സാമ്പത്തികം സഹായകമാകാം, അല്ലെങ്കിൽ സ്നേഹമാകാം, എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് കുറച്ച് ഒരു പവറുള്ള ഒരു വ്യക്തിയാകാനും സാധ്യതയുണ്ട്. വരുന്ന വ്യക്തി പറഞ്ഞാൽ കുറച്ച് എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു വ്യക്തിയാകാനും സാധ്യതയുണ്ട്. ഒരു ഏതെങ്കിലും ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ഒരവസ്ഥയുണ്ടെങ്കിൽ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഏത് രീതിയിലായാലും ചിലപ്പം എവിടെന്നെങ്കിലും കൊടുത്തിട്ടതോ അല്ലെങ്കിൽ ആരോട് ചോദിച്ചതോ അല്ലെങ്കിൽ കിട്ടാനുള്ള പണമോ ഏതോ ഒരു തരത്തിൽ സാമ്പത്തികം വന്നു ചേരുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും അല്ലാതെ ഒരു റിലേഷൻഷിപ്പോ മാരേജ് ഇതിൻ്റെ കാര്യത്തിലായാലും ഒരു പുതിയ തുടക്കം ആണ് കാണുന്നത്. ഇതുവരെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്തു നിന്ന് ഒരു പുതിയ തുടക്കം, പുതിയൊരാരംഭം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ദുഃഖിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഹൃദയം പറയുന്നത് കേൾക്കുക. എന്താ നിങ്ങൾ മനസ്സിലുള്ളത് അത് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ബുദ്ധി ഉപയോഗിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക.
നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു മദർ ഫിഗറിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫാദർ, അത്ര ഒരു കെയറിങ് സപ്പോർട്ട് ഒക്കെ തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ഒരു നല്ല ജീവിതത്തിലേക്ക് നയിക്കാനും പറ്റിയ ഒരു വ്യക്തിയാണ്. അതൊരു സോൾ കണക്ഷനുള്ള വ്യക്തിയാണ്. അത് ഏത് സാമ്പത്തികം സഹായിക്കുന്ന വ്യക്തിയാകാൻ സാധ്യതയുണ്ട്, ജീവിതം തരുന്ന വ്യക്തിയാകാൻ സാധ്യതയുണ്ട്, മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത്. അത് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വിഷമാവസ്ഥയ്ക്ക് ഒരു മാറ്റത്തിന് വേണ്ടി വരുന്ന വ്യക്തിയാണ്. പഴയ പല കാര്യങ്ങളും നിങ്ങൾ ഒഴിച്ചു കളയാൻ തന്നെ തീരുമാനിച്ചു. മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളൊക്കെ ഒഴിച്ചു കളയുന്നതായിട്ടാണ് കാണുന്നത്. ആ പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾ ഒരു സ്റ്റാറിനെ പോലെ ആകാൻ പോകുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണ്. സാമ്പത്തികമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒറ്റപ്പെടൽ, എല്ലാ സുഖങ്ങളും മറ്റുള്ള സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സാമ്പത്തിക ഭദ്രത, നല്ല വീട്, കാര്യങ്ങൾ, സൗന്ദര്യം എല്ലാം ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു വ്യക്തിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കയ്യിൽ ഒതുക്കി പിടിച്ച് ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. നമ്മളെ സ്നേഹിക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ആരും ഇല്ലാതാകുമ്പോൾ അത് നല്ല വിഷമം തന്നെയാണ്. ചില വ്യക്തികൾ ഒരു ബിസിനസ്, ഒരു പാർട്ട്ണർഷിപ്പായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു സക്സസ്സിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും, ഇപ്പോൾ 0യിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലും ബിസിനസ് ആണെങ്കിൽ അത് നല്ല ഉയർച്ചയിലേക്ക് എത്തും എന്നാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊരു പ്രതീക്ഷ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾക്കോ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ടും ഒരു പുതിയ തുടക്കം ഇതുവരെ ഒരു ആവശ്യമില്ലാത്ത കാര്യം, ജീവിതം തന്നെ വൃഥ ആയിപ്പോയ പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 777 പോട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ തന്നെയാണ് കൊണ്ടെത്തിച്ചു തരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ രീതിയിലും, അത് സാമ്പത്തികമായാലും ജോലി സംബന്ധമായതായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും എല്ലാം ഒരു ഉയർച്ചയിലേക്കാണ് പോകുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.